ഇന്ന് ഇറാനെക്കുറിച്ച് നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത് യുദ്ധങ്ങളുടെയും ഉപരോധങ്ങളുടെയും പേരിലാണ്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു 100 വർഷത്തെ ദുരിതചരിത്രമുണ്ട്. ആവശ്യം എണ്ണയും ആഗ്രഹം ഭരണവുമായ ഒരു നാടിന്റെ കഥ. ഇത് ഇറാന്റെ കഥയാണ്. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടനും റഷ്യയും ഇറാനെ 2 ഭാഗങ്ങളായി പകുതിയാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആ വിരാമമിട്ടു. ഇറാനെ നേരിട്ട് ഭരിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ അകത്തു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആലോചിച്ചു. പുതിയൊരു രാജാവ് റെസ ഖാൻ ഷാ പഹ്ലവി രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഈ രാജാവ് ബ്രിട്ടനുമായി ഇറാനിലെ എണ്ണ കുഴിച്ചെടുക്കാനുള്ള കരാറുണ്ടാക്കി. 16% ലാഭവീതം ഇറാനും ബാക്കി 84% ലാഭവീതം ഇംഗ്ലണ്ടിലും എന്ന ഒരു തരത്തിലും. അങ്ങനെ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി ഉണ്ടാക്കപ്പെട്ടു. 40കളോടെ ഇറാനിൽ വലിയ ജനാധിപത്യ ആവശ്യങ്ങളുണ്ടാകുകയും രാജാവ് ഒരു പ്രധാനമന്ത്രിയും പാർലമെന്റും ഒക്കെ അംഗീകരിച്ചു. ജനാധിപത്യപരമായ ഇറാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദെഗ് 1951 ഈ ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി ദേശസാൽക്കരിച്ചു. Iranian oil company. They flew in an Argonaut, not in search of the Golden Fleece, but simply in quest of a fair deal. It would, of course, be difficult to exaggerate the importance to the free world of oil from Persia. Pictures of a section of the giant Anglo-Iranian... ആംഗ്ലോ പേർഷ്യൻ ഓയിൽ കമ്പനി ഇറാനിയൻ നാഷണൽ ഓയിൽ കമ്പനിയായി മാറി. മിച്ചമുള്ള ബ്രിട്ടീഷ് ഭാഗമാണ് ബ്രിട്ടീഷ് പെട്രോളിയം അഥവാ ഇന്നത്തെ BP, നമ്മുടെ ജിയോ BPയിലെ BP പോലെ. അതോടെ ബ്രിട്ടൻ അടുത്ത പരിപാടി ആരംഭിച്ചു. ഇത്തവണ അമേരിക്കയും കൂടെ ഉണ്ടായി. ഇറാനിയൻ ജനത ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് സഹായത്തോടെ മുഹമ്മദ് മൊസാദെഗിന്റെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടു. ഷായുടെ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു. പിന്നീട് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും പ്രൊഫഷണലുകളും ഇസ്ലാമിസ്റ്റുകളും എല്ലാവരും ചേർന്ന് സമരങ്ങൾ ആരംഭിച്ചു. ഇസ്ലാമിസ്റ്റുകൾ ആ സമരങ്ങളുടെ തുടക്കത്തിൽ ഏറ്റവും ചെറുതായിരുന്നു. അവസാനം ഷാ പുറത്താക്കപ്പെട്ടു. ഇറാനിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന അയത്തൊള്ള ഖൊമൈനി ഫ്രാൻസിൽ നിന്നും പറന്നിറങ്ങി അധികാരം പിടിച്ചെടുത്തു. 70കളിലെ ഓയിൽ പ്രതിസന്ധി കണ്ട അമേരിക്ക സോവിയറ്റ് ഇൻഫ്ലുവൻസ് ഇറാനിൽ കൂടി വ്യാപിക്കുന്നത് തടയാൻ സോഷ്യലിസ്റ്റുകൾ ഇറാൻ ഭരിക്കുന്നതിലും നല്ലത് ഇസ്ലാമിസ്റ്റുകൾ ആണെന്ന് കണ്ടറിഞ്ഞു അതിനുള്ള പണി തുടങ്ങി. അതായിരുന്നു ഇറാൻ-ഇറാഖ് യുദ്ധം. ഇറാഖിലെ എണ്ണ ഇറാൻ എടുക്കുന്നു എന്നു പറഞ്ഞ് സദ്ദാമിനെ കൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു. രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഇറാനെ എളുപ്പത്തിൽ കീഴടക്കി എണ്ണ ശേഖരം എടുക്കാം എന്ന് സദ്ദാമിനെ ധരിപ്പിച്ചു. അതോടെ ഇറാനിലെ സോഷ്യലിസ്റ്റുകളും പ്രൊഫഷണലുകളും ജനറലുകളും എല്ലാം ഇസ്ലാമിസ്റ്റ് ഖമേനിയുടെ ഗവൺമെന്റിനെ താൽക്കാലികമായി അംഗീകരിക്കേണ്ടി വന്നു. രാജ്യം അതിന്റെ അസ്തിത്വം പോലും ചാലഞ്ച് ചെയ്യപ്പെടുന്ന യുദ്ധത്തിലാണല്ലോ. ചുരുക്കത്തിൽ 1979-ൽ ഷായെ പുറത്താക്കിയ ശേഷം ഒരു ജനാധിപത്യമോ സോഷ്യലിസമോ ഉണ്ടായി വരാതെ ഇരിക്കാൻ അമേരിക്കൻ ബ്രിട്ടീഷ് ഗവൺമെന്റുകൾ സഹായിച്ച സംവിധാനമാണ് ഇറാനിയൻ ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ്. ഇറാനിയൻ ഓയിൽ ഒരു 50 കൊല്ലം ഇംഗ്ലണ്ട് വെറും 16% മാത്രം കൊടുത്തു ഊറ്റി. അത് കഴിഞ്ഞു അവർക്ക് സ്വന്തമായി വിൽക്കാനുള്ള സമയമായപ്പോൾ ഏറ്റവും കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ആദ്യ കാലങ്ങളിൽ പാശ്ചാത്യ അടിമ ഗവൺമെന്റുകളുടെയും പിന്നീട് വന്ന മതയാഥാസ്ഥിതിക ഭരണകൂടത്തിന്റെയും ചെയ്തികളെ സഹിക്കേണ്ടി വരുന്ന ഒരു ജനത, അതാണ് ഇറാനിയൻ ജനത. മതഭരണകൂടത്തിനെതിരെ ഇന്നും ഇറാനിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുന്നു. ഈ 3 ഗവൺമെന്റുകൾ മാറി വന്നപ്പോഴും ഇറാൻ ഇന്ത്യയുടെ സുഹൃത്ത് ആയിരുന്നു, ഇപ്പോഴുമാണ്. എണ്ണ, ചരിത്രം തുടങ്ങിയ പല കാരണങ്ങളാൽ അങ്ങനെയാണ്. കൂടാതെ സ്കോപ്പ്, ബ്രെക്സ് തുടങ്ങി പല ആഗോള കൂട്ടായ്മകളിലും അംഗങ്ങളുമാണ്. ഇറാനിലെ ജനങ്ങളെ ആര് ഭരിക്കണം എന്നത് ഇറാനിയുടെ തീരുമാനമാണെന്നാണ് ഇന്ത്യൻ നിലപാട്. ഇതാണ് ഇറാന്റെ ചരിത്രം. ഇറാന്റെ 100 വർഷം ചരിത്രം. എണ്ണയും ഇസ്ലാമും ഇടനിലക്കാരും.